ഡിയർ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ ഒരു ലിവറിൻ്റെ യൂസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു ആനിമേഷനാണ് കാണിക്കുന്നത്. ഇവിടെ സീസോ ആണ് ഞാൻ ലിവറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന റോഡാണ് ലിവറായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ആ റോഡ് ഫൾക്രത്തിൽ നടുക്ക് കാണുന്നത് ഫൾക്രമാണ്. ഫൾക്രത്തിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ ദൂരങ്ങൾ അളക്കാനായിട്ട് ഈ സീസോൻ്റെ അടിയിൽ സ്കെയിലും കൂടി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് രണ്ട് പേരെ കാണാം. ഒരു കുട്ടീനെയും രണ്ടാമത് മുതിർന്ന ഒരാളെയും. നമുക്ക് മുതിർന്ന ഒരാളെ കുട്ടിയുടെ അച്ഛനായിട്ടും എടുക്കാം. കുട്ടിയുടെ മാസ് 20 കിലോഗ്രാമും അച്ഛൻ്റെ മാസ് 80 കിലോഗ്രാമുമാണ്. അപ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ് എത്ര വരും? 200 ന്യൂട്ടണ്. അച്ഛൻ്റെ വെയിറ്റോ 800 ന്യൂട്ടണ്. ഈ ഒരു അച്ഛന് കൊച്ചിനെ വളരെ ഈസി ആയിട്ട് എടുത്തുയർത്താൻ സാധിക്കും. കാരണം എന്താ? കൊച്ചിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് വെറും 200 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ മതി. പക്ഷെ നേരെ തിരിച്ച് പോസിബിൾ അല്ല. കൊച്ചിന് അച്ഛനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? അച്ഛൻ്റെ വെയിറ്റ് 800 ന്യൂട്ടനാണ്. അപ്പോൾ കുട്ടി 800 ന്യൂട്ടൺ ഫോഴ്സെങ്കിലും മിനിമം കൊടുത്താൽ മാത്രമേ അച്ഛനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കൊച്ചിന് വെറും 200 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഈ അച്ഛനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായിട്ട് ഞാൻ ഈ കൊച്ചിനെ സീസോയിലേക്ക് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. സീസോയിൻ്റെ 0.25 മീറ്റർ എന്ന പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നു. കൊച്ചിനെ സീസോയിലേക്ക് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണത്? സീസോ ഒരു സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യും. അതായത് സീസോയിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ കാരണം എന്താണ്? കൊച്ചിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ഉണ്ടാക്കുന്ന ടോർക്കാണ് നമ്മുടെ സീസോനെ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ്റെ അച്ഛനെ ഈ സീസോയിലേക്ക് അങ്ങ് പ്ലേസ് ചെയ്യുകയാണ്. ഫൾക്രത്തിൽ നിന്നും ഒരു 0.25 മീറ്റർ അകലത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? സീസോ ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യും. കാരണം അച്ഛൻ്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ആ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് കൂടുതലാണ്. അപ്പോൾ ആ ടോർക്ക് എന്തായാലും ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും തിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു സീസോ ബാലൻസ് ചെയ്യിക്കാം. സീസോ ബാലൻസ് ചെയ്യിക്കണമെങ്കിൽ കൊച്ചുണ്ടാക്കുന്ന ടോർക്കും അച്ഛൻ്റെ വെയിറ്റ് ഉണ്ടാക്കുന്ന ടോർക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സീസോ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഞാൻ കൊച്ചിൻ്റെ പൊസിഷൻ മാറ്റുക കേട്ടോ. കൊച്ചിൻ്റെ പൊസിഷൻ ആദ്യം 0.25 നിന്ന് 0.5 ആക്കി, അവിടെ നിന്ന് 0.75 ആക്കി, അവിടെ നിന്ന് 1 ആക്കി. കണ്ട, അവിടെ നിന്ന് 1 ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ സീസോ ബാലൻസ് ചെയ്തു. അതിൻ്റെ കാരണം എന്താ? ഇവിടെ കൊച്ചിൻ്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ടോർക്കും അച്ഛൻ്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ടോർക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് എന്തായി? നമ്മുടെ സീസോ ബാലൻസ്ഡായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൊച്ചിനെ ഉണ്ടല്ലോ 1.25 എന്ന പൊസിഷനിലേക്ക് മാറ്റുക. കണ്ട, കൊച്ചിരിക്കുന്ന സൈഡ് താന്നു, അച്ഛൻ നിൽക്കുന്ന സൈഡ് പൊങ്ങി. അതായത് കൊച്ചാണ് ഇപ്പോൾ അച്ഛനെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്ര ഫോഴ്സ് കൊടുത്ത്? വെറും 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത്. ഇനി ഫൾക്രത്തിൽ നിന്നും കൊച്ച് കൂടുതൽ അകലും തോറും കൂടുതൽ ഈസി ആയിട്ട് കൊച്ചിനെ അച്ഛനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഫൾക്രത്തിൽ നിന്നും കൂടുതൽ അകലും തോറും കൂടുതൽ ഈസി ആയിട്ട് കൊച്ചിനെ അച്ഛനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ലിവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ. വളരെ ചെറിയൊരു എഫേർട്ട് കൊടുത്ത്, വളരെ ചെറിയ ഫോഴ്സ് കൊടുത്ത്, വളരെ ഭാരമേറിയ വസ്തുക്കൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലിവറിൻ്റെ സഹായത്തോടെ സാധിക്കും. അതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് ഞാൻ ഈ ആനിമേഷനിൽ കാണിച്ചിരിക്കുന്നത്.